ആദ്യം തന്നെ നമ്മളുമായിട്ട് സംസാരിക്കാൻ എത്തുന്നത് മറ്റാരുമല്ല, ഞങ്ങളുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ചേരുന്ന മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. ദിലീപേട്ട സർ, ആശീർവാദ് സിനിമാസിന്റെ തുടക്കത്തിന്റെ ഈ ഒരു പൂജാ ചടങ്ങിൽ ദിലീപേട്ടൻ എത്തിയിരിക്കുകയാണ്. ദിലീപേട്ട, വിസ്മയ മോഹൻലാൽസ് തുടക്കമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപേട്ട, എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ വിളിക്കൊന്നും പ്രതീക്ഷിച്ചില്ല. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് 1992 ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. അന്ന് അതിൻ്റെ നിർമ്മാണം ബാലയ സാറിൻ്റെ മകനായ സുരേഷ് ബാലയ സാറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ്, കെ ബാലാജി സാർ. ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യം സുചേച്ചിയാണ്. ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വലിയ നിർമ്മാതാവിൻ്റെ അഭിനേതാവിൻ്റെ മകള്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഭർത്താവായിട്ട് അതുപോലെ 2 കുട്ടികൾ, അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു പുണ്യമാണ്. അവരുടെ വളർച്ച, നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടൻ്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആന്നി ബൈനെ. അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിൻ്റെ പ്രയത്നം. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിൻ്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. എനിക്ക് തോന്നുന്നു MBA ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ MBAക്കാർ കണ്ടുപഠിക്കേണ്ടത് ആന്റി ബൈനെയാണ്. അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം. ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ, ലാലേട്ടൻ്റെ വിസ്മയ, സുചേച്ചിയുടെ വിസ്മയ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അന്നുബയുടെ മകൻ ആശിഷ്, അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ. പിന്നെ അപ്പുവിൻ്റെ സിനിമ ഇന്ന് റിലീസാവുകയാണ്. അപ്പു, ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജൂഡ്, വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ജൂഡിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ്. കാരണം ജൂഡിൻ്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ, ഗംഭീരമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ആശീർവാദ് സിനിമാസിൻ്റെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ തുടക്കം അന്നും ഞാനുണ്ടായിരുന്നു കൂടെ. അത് അതിഗംഭീരമായി. ഇപ്പോൾ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ മകൾ മായയുടെ തുടക്കം അത് അതിഗംഭീരമാവും. അതുപോലെ തന്നെ ഒപ്പം ആശിഷിൻ്റെ തുടക്കവും വലിയ ഒരു ഗംഭീരമായ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജൂഡിൻ്റെയും ഈ തുടക്കം എന്ന് പറഞ്ഞ സിനിമയും എല്ലാ മലയാളി പ്രേക്ഷകരും വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നു. ഇതൊരു ഗംഭീര സിനിമയായി മാറുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അച്ഛനെ പോലെ മായ ജനങ്ങളെ വിസ്മയിപ്പിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ലാലേട്ടന്റെ ഒത്തിരി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ മേജർ രവി സാറിനെ സാദരം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. Good morning, ladies and gentlemen. 1994 ഒരു പട്ടാളക്കാരനായിരുന്ന എന്നെ ഈ ഫാമിലിയിലോട്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡി എന്ന് വിളിക്കുന്ന കെ ബാലാജി അങ്കിളും സുരേഷ് ബാലാജിയും സുച്ചിയും, അന്ന് കണ്ട ഈ കുട്ടികൾ അപ്പവും മായയും വളരെ ചെറിയ കുട്ടികളായിരുന്നു. എൻ്റെ മോൻ അർജുൻ്റെയും ഫ്രണ്ടായിട്ട് ഒരു കുടുംബത്തിൽ വളർന്നു വന്നു. പിന്നീട് ഞാൻ ആദ്യം സിനിമയിലോട്ട് കാല് വെച്ചിട്ട് ഡയറക്ടറായിട്ട് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാനും
രാജേഷും കൂടെ ചെയ്ത ഒരു പടത്തിൻ്റെ കഥ ഈ പറഞ്ഞ പോലെ തന്നെ, ജൂഡ് പറഞ്ഞ പോലെ തന്നെ കഥ പറഞ്ഞത് അമ്മയോടെ ആയിരുന്നു, സുച്ചിയോട്. ഡെഫിനറ്റായിട്ടും ഷീസ് എ ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. ബിക്കോസ് അന്ന് തന്നെ ചില സജഷൻ പറഞ്ഞിട്ട് അപ്പുനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ സിനിമയിലാണ് അപ്പുനെ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. സോ ഐ വാസ് റിയലി ഹാപ്പി ടു സീ ദാറ്റ്. നൗ മായ ഈസ് സ്റ്റാർട്ടിങ് വിത്ത് ജൂഡ്. I wish you all the best, Mola. Your family has got a lot, in fact, a lot they contributed to this country. And now you are stepping into that. And I wish you all the best. Plus, Ashish, you are going to rock. Because I too used to see you like a baby. And all the children are growing up. And I want to see them growing high, touching the star. God bless you. Thank you so much. താങ്ക് യു. താങ്ക്സ് എ ടൺ സർ. ഇനി അടുത്തതായിട്ട് ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ഫ്രെയിമുകൾക്ക് ജീവൻ പകരുന്ന ആ മഹത് വ്യക്തിത്വമാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ജോമോൻ ടി ജോൺ. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇൻഫാക്ട് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പേഴ്സണാലിറ്റീസിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ വർക്ക് സ്പേസിൽ, നമുക്കറിയാം. സോ തുടക്കത്തിന് വേണ്ടി നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രാഗൽഭ്യമുട്ടുന്ന രീതിയിലുള്ള ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് ഒരുങ്ങുന്നത് ഞങ്ങളുടെ ജോമോൻ ടി ജോൺ ആണ്. സോ അഭിമാന പുരസ്സരം ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ജോമോൻ ടി ജോൺ. എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ സംസാരിക്കേണ്ടി വരും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും മായയ്ക്കും ആശിഷിനും ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കേട്ട കാലം തൊട്ട് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ, അതാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ഡയറക്ടർ ഫോർ എക്സലൻസ് തരുൺ മൂർത്തി, അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. തുടരുമിന്റെ ഡയറക്ടർ കൂടിയായ തരുൺ മൂർത്തി, അദ്ദേഹത്തെ സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മോഹൻലാൽ തുടരുമെന്നായിരുന്നു ലാസ്റ്റ് അതിൽ എഴുതി കാണിച്ച ഒരു എൻ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതാ തുടക്കത്തിൽ വന്ന് ഞങ്ങൾ എത്തി നിൽക്കുകയാണ് വിസ്മയ മോഹൻലാലുമായിട്ട്. എന്താണ് സർ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ലാൽ സാറിൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു സൗഹൃദവും സംസാരങ്ങളും ഒക്കെ തുടങ്ങിയിട്ട്. അപ്പം വിസ്മയയുടെ കാര്യം ആദ്യം പോലെ ആലോചിക്കുന്ന സമയം പോലെ തന്നെ ചേച്ചി അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അപ്പം വളരെ സന്തോഷമാണ്. എല്ലാവിധ ആശംസകളും. മായ ഗംഭീരമായ രീതിയിൽ സിനിമയിൽ വലിയ 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 ചുവടുകൾ വെക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രണവ് ഇന്നത്തെ സിനിമയ്ക്ക്. എല്ലാവർക്കും ആശിഷ്, എല്ലാവർക്കും വളരെ 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 വലിയ വിജയങ്ങൾ ഉണ്ടാവണം, എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI. ചെറുതിൻ്റെ പവർ.